ഒരു യുദ്ധം നടക്കുമോ അതോ കരാറിലെത്തുമോ? 10 ദിവസത്തിനുള്ളിൽ ലോകം അറിയുമെന്നാണ് ട്രംപ് പറയുന്നത്. ഫെബ്രുവരി 19 വാഷിംഗ്ടണിൽ നടന്ന ബോർഡ് ഓഫ് പീസ് യോഗത്തിൽ സംസാരിക്കവേ വീണ്ടും ആക്രമണ ഭീഷണി മുഴക്കിയിരിക്കുകയാണ് ട്രംപ്. ഇതോടൊപ്പം പശ്ചിമേഷ്യയിലേക്ക് US വൻതോതിൽ സൈനിക സജ്ജീകരണം നടത്തുന്നുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നു. വിശദമായി നോക്കാം. സ്വാഗതം ഇൻഡെപ്തിലേക്ക്. വ്യാഴാഴ്ച ട്രംപ് രൂപീകരിച്ച മിഡിൽ ഈസ്റ്റ് സഖ്യമായ പീസ് ബോർഡിന്റെ യോഗത്തിൽ ട്രംപ് പറഞ്ഞത് അർത്ഥവത്തായ ഒരു കരാറുണ്ടാക്കുക, അല്ലെങ്കിൽ ശരിക്കും മോശമായ കാര്യങ്ങൾ സംഭവിക്കുമെന്നാണ്. ഇറാനുമായി വിവേകപൂർണമായ ഒരു കരാറുണ്ടാക്കുക എന്നത് അത്ര എളുപ്പമല്ലെന്ന് വർഷങ്ങൾ കൊണ്ട് തെളിഞ്ഞതാണെന്നും ട്രംപ് പറയുന്നു. ഇറാന്റെ ആണവായുധ പദ്ധതി അവസാനിപ്പിക്കുന്ന ഒരു കരാറിന്റെ രൂപത്തിലുള്ള നയതന്ത്ര പരിഹാരമാണ് താൻ ആഗ്രഹിക്കുന്നതെന്ന് ട്രംപ് പറഞ്ഞു. ഇറാൻ ഒരു കരാറിലെത്തുന്നത് വളരെ ബുദ്ധിപരമായ ഒരു തീരുമാനമായിരിക്കുമെന്ന് ഒരു വൈറ്റ് ഹൌസ് ഉദ്യോഗസ്ഥനും വ്യക്തമാക്കി. എന്നാൽ നയതന്ത്ര ചർച്ചകൾക്കിടയിലും അടുത്ത ആഴ്ചകളിൽ ഇസ്ലാമിക് റിപ്പബ്ലിക്കിനെതിരെ കടുത്ത ആക്രമണം നടത്തുമെന്ന സൂചനകൾ നൽകുകയാണ് ട്രംപ്. 2003 ഇറാഖ് യുദ്ധത്തിന് ശേഷം മിഡിൽ ഈസ്റ്റിലെ ഏറ്റവും വലിയ US സൈനിക വിന്യാസത്തിനാണ് ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നതെന്ന് വിശകലന വിദഗ്ധർ പറയുന്നു. US കോൺഗ്രസിന്റെ മുൻകൂർ അനുമതിയില്ലാതെയാണ് ട്രംപിന്റെ നടപടികളെന്നതും ശ്രദ്ധേയമാണ്. ചൊവ്വാഴ്ച ജനീവയിൽ നടന്ന 2ാം ഘട്ട ചർച്ചകളിൽ പുരോഗതി ഉണ്ടായിട്ടുണ്ടെന്നാണ് ഇരുപക്ഷവും പറയുന്നത്. അന്തിമ കരാറിനുള്ള രൂപരേഖയുണ്ടാക്കി 3ാം ഘട്ട ചർച്ചയിലേക്ക് പോകാനാണ് തീരുമാനം. ഫെബ്രുവരി 17 അമേരിക്ക ഇറാൻ പ്രതിനിധികൾ 3.5 മണിക്കൂറാണ് ചർച്ച നടത്തിയത്. ചില അടിസ്ഥാന തത്വങ്ങളിൽ ധാരണയായി. എന്നാൽ ഇറാൻ തങ്ങളുടെ റെഡ് ലൈനുകൾ അംഗീകരിച്ചിട്ടില്ല എന്ന US വൈസ് പ്രസിഡന്റ് JD വാൻസ് പറഞ്ഞു. 2 ആഴ്ചയ്ക്കുള്ളിൽ വിശദമായ നിർദ്ദേശം സമർപ്പിക്കാമെന്ന് ഇറാൻ വിദേശകാര്യമന്ത്രി അബ്ബാസ് അറാഗ്ചിയും അറിയിച്ചു. സ്ട്രെയ്റ്റ് ഓഫ് ഹോർമുസ് ഭാഗികമായി അടച്ചാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. മിസൈൽ ആണവ ബേസുകൾ കോൺക്രീറ്റ് ഷീൽഡുകൾ ഉപയോഗിച്ച് സുരക്ഷിതമാക്കി. തുരങ്കങ്ങൾ ബലപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും ഇറാൻ ആരംഭിച്ചതായി സാറ്റലൈറ്റ് ചിത്രങ്ങൾ സ്ഥിരീകരിച്ചിട്ടുണ്ട്. യുദ്ധം ആരംഭിക്കില്ല, പക്ഷേ ആക്രമണമുണ്ടായാൽ US ബേസുകൾ ലക്ഷ്യമാക്കി പ്രതികരിക്കുമെന്നാണ് ഇറാൻ മുന്നറിയിപ്പ് നൽകുന്നത്. 2 ആഴ്ചയ്ക്കുള്ളിൽ ഇറാൻ വിശദമായ നിർദ്ദേശം നൽകിയാൽ ചർച്ച തുടരാനാകും. അങ്ങനെ സംഭവിച്ചില്ലെങ്കിൽ ഇറാനെതിരെയുള്ള നടപടികൾ US സജീവമായി ആലോചിച്ച് വരികയാണെന്നും CNN റിപ്പോർട്ട് ചെയ്തു. അമേരിക്കയ്ക്കൊപ്പം ഇസ്രായേലും ചേർന്നാൽ വലിയൊരു യുദ്ധത്തിനാകും ലോകം സാക്ഷ്യം വഹിക്കേണ്ടി വരിക. ഹെസ്ബുല്ല ലബനാനിൽ നിന്ന് ആക്രമിക്കാനിടയുണ്ട്. ഹൂതികൾ ചെങ്കടലിൽ ആക്രമണം തുടർന്നേക്കാം. അങ്ങനെ സംഭവിച്ചാൽ ലോക സമ്പദ് വ്യവസ്ഥ തന്നെ അസ്ഥിരമാകുന്ന നിലയിലേക്ക് കാര്യങ്ങളെത്തും. നിലവിലൊരു യുദ്ധത്തിന്റെ വക്കിലാണ് ലോകം. സമാധാനമെന്ന് ആവർത്തിക്കുന്ന ട്രംപ് സൈനിക വിന്യാസം ശക്തമാക്കുന്നു. യുദ്ധം വേണ്ട എന്ന് പറയുമ്പോഴും വലിയ രീതിയിൽ തയ്യാറെടുപ്പുകൾ നടത്തിവരികയാണ് ഇറാൻ. അടുത്ത 10 ദിവസം നിർണായകമാണ്. നയതന്ത്രം വിജയിച്ചാൽ സമാധാനമെത്തും, അല്ലെങ്കിൽ മിഡിൽ ഈസ്റ്റ് വീണ്ടും രക്തരൂക്ഷിതമാകുമെന്നാണ് വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നത്. നിലവിൽ അമേരിക്ക പശ്ചിമേഷ്യയിൽ നടത്തിയിരിക്കുന്നത് ഇറാഖ് യുദ്ധത്തിന് ശേഷമുള്ള ഏറ്റവും വലിയ സൈനിക വിന്യാസമാണ്.